രവീന്ദ്ര മാഷ് നമ്മുടെ മുത്തല്ലേ. ജയിക്കുന്ന രവീന്ദ്ര മാഷ് ജയിക്കുന്നതാണ് ആഗ്രഹം. നല്ല സ്ഥാനാർത്ഥിയാണ് രവീന്ദ്ര മാഷ് ജയിക്കും ഉറപ്പായിട്ട്. 50 ദിവസത്തിലധികമായി തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി വലിയ വിജയസാധ്യത ആണ് ജനങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കദളിയും മാഷുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. കദളി ഒരു 12 കൊല്ലം കദളിപ്പഴം ഉൽപ്പാദിപ്പിച്ച് ഗുരുവായൂർ എത്തിച്ചതാണ്. മാഷ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് നവചാലക്കുടി. വികസന രംഗത്ത് നവചാലക്കുടി. കെട്ടിക്കാഴ്ചകളാണ് വികസനം, GDP വളർച്ചയാണ് വികസനം എന്ന ഒരു തെറ്റായ ധാരണ ലോകത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വികസനം ഉണ്ടായി എന്ന് തോന്നും, കാരണം കെട്ടിടങ്ങളും സമ്പത്തും ഉണ്ടാകും. പക്ഷേ പരിസ്ഥിതി നശിക്കും, ദാരിദ്ര്യം കൂടും. അത് വിട്ട് എല്ലാവരുടെയും ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ച് കയറി വരുന്ന ഒരു സങ്കല്പമാണ് നവചാലക്കുടി. പുതുക്കാട് മണ്ഡലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് മണ്ഡലം. എൻ്റെ മണ്ഡലം 15,000 ഇത് പറ്റുമോ എന്ന് പറഞ്ഞാൽ, പക്ഷെ അതൊരു വെൽ പ്ലാൻഡ് ആയിരുന്നു അപ്രോച്ച്. ഈ നവ സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മാഷിന്റെ പോക്കറ്റിൽ ഇപ്പോഴും ആ പഴയ ഫോണാണ്. മാഷിപ്പോഴും സൈക്കിളിൽ സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം അങ്ങനെ സഞ്ചരിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ആധുനികത ഇല്ലാതെ അല്ല, ആധുനികത എതിരെയല്ല. നമ്മൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ടത്. രാവിലെ 9 മണി 9:15 ആകുമ്പോൾ സെന്റ് തോമസ് കോളേജിന്റെ കലാലയത്തിന് മുൻവശത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. ആ നോക്കി നിൽക്കുന്നത് ഒരു മനുഷ്യനെയാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്റെ സഹാധ്യാപകർ 10-15 ലക്ഷം രൂപ വിലയുള്ള കാറിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകരായി വരുമ്പോൾ 12 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്ന് 2,500 രൂപ പോലും വിലയില്ലാത്ത ഒരു സൈക്കിളിൽ ഒറ്റമുണ്ടെടുത്ത് കടന്നു വരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേര് പ്രൊഫസർ C. രവീന്ദ്രനാഥ് എന്നായിരുന്നു. നമസ്കാരം മാഷെ. നമസ്കാരം മാഷെ. ശരിക്കും ഒരു സുദീർഘമായ ഓട്ടമാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് സമയം ഈ തെരഞ്ഞെടുപ്പ് 50 ദിവസത്തിലധികമായി തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട്. അല്ലെ, ശരിക്കും മാഷ് നേരത്തെ ഒരു തീരുമാനം എടുത്തത് 3 തവണ MLA ആയി, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി, എന്നിട്ട് ഈ പാർലമെന്ററി രംഗത്ത് നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് പൊതുപ്രവർത്തനമായിട്ട് മാത്രം മുമ്പോട്ട് പോകാതെ വിചാരിച്ചിരുന്നപ്പോഴാണ് പാർട്ടി ദൗത്യം ഏൽപ്പിക്കുന്നത്. പാർട്ടി പ്രവർത്തനം തന്നെയായിട്ട് പാർട്ടി ക്ലാസ്സുകൾ, പാർട്ടി സെമിനാറുകൾ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ പാർട്ടി തീരുമാനിച്ചാൽ പിന്നെ വേറെ ഒന്നുമില്ല, അത് അനുസരിക്കുക, അല്ലാതെ ഒന്നുമില്ല. അങ്ങനെയാണ് ഈ രംഗത്ത് വന്നത്. അല്ലെ, ശരിക്കും 15 വർഷം തുടർച്ചയായിട്ട് MLA ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ കുടുംബത്തെ സംബന്ധിച്ചും കുടുംബത്തിനും മാഷിനെ പലപ്പോഴും ഈ തിരക്കുകൾ കാരണം മിസ്സാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു ഘട്ടത്തിൽ മാഷിനി എന്തായാലും ഇലക്ഷനൊന്നും മത്സരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചൊരു ഘട്ടത്തിൽ. അത് ശരിയാണ്, തീർച്ചയായിട്ടും. അത് അവർക്ക് അത്തരത്തിലൊരു സ്വസ്ഥത ഉണ്ടാകും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അവരും വൈഫും അതെ, മക്കളും അതെ, പാർട്ടി പറഞ്ഞാൽ പിന്നെ വേറെ അവർക്കുമില്ല, വേറെ ഉത്തരവില്ല. പിന്നെ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പാർട്ടി പറഞ്ഞത് കേൾക്കും. അങ്ങനെയാണ് ഈ രംഗത്ത് വന്നത്. പൂർണ്ണമായിട്ട് വേണം വേണ്ട എന്ന് വ്യക്തിപരമായിട്ടുണ്ടാവും. പക്ഷെ പാർട്ടി പറഞ്ഞാൽ പിന്നെ അതിൽ കുടുംബത്തിന് തന്നെ വേറെ ഓപ്ഷൻ ഇല്ല. പൂർണ്ണമായ പിന്തുണ അതിനോടൊപ്പം. ശരിക്കും മാഷിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യം ഇതുവരെയുള്ള ഒരു പ്രചരണത്തിൽ എങ്ങനെ സാധ്യമാക്കാനാകും? വളരെ വളരെ എന്താണ് ആവേശം ജനിപ്പിക്കുന്നത്, ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത്, ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം എന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആദ്യ ദിവസം ഈ മണ്ഡലത്തിലൊരു പര്യടനം നടത്തി, കാൻഡിഡേറ്റ് ആണ് എന്ന് തീരുമാനിച്ചന്ന് അന്നുണ്ടായൊരു ആത്മവിശ്വാസവും ജനങ്ങളുടെ റിഫ്ലക്സും അതിൽ നിന്നും വളരെ 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 വ്യത്യസ്തമായി ഇന്നലെ പര്യടനം കഴിഞ്ഞ് പെരുമ്പാവൂരിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വളരെ വ്യത്യാസം. ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി വലിയ വിജയസാധ്യത ആണ് ജനങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അവരുടെ ഒരു റിഫ്ലക്സിൽ നിന്ന്, മുഖത്തിൽ നിന്ന്, കണ്ണിൽ നിന്ന് ഒക്കെ തിരിച്ചറിയുന്നത് നല്ലൊരു വിജയസാധ്യത ഉണ്ട്. ഈ മാഷിൻ്റെ ഒരു സ്വന്തം തട്ടകം ഉൾപ്പെടുന്ന മേഖല അല്ല ഇപ്പോൾ മത്സരിക്കുന്ന ഇടം. അപ്പോൾ അവിടേക്ക് മാഷിൻ്റെ ഒരു എൻട്രിയെ ജനം പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു വിശ്വാസം ഇതൊന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കൊടകര എന്നുള്ള പഞ്ചായത്തിലായിരുന്നു പണ്ട് ഞാൻ MLA ആയിരുന്നു. ഒരു പഞ്ചായത്ത് മാത്രം, കൊടകര. ബാക്കിയെല്ലാം പുതിയതായി എൻട്രി ചെയ്യുന്നു.
പക്ഷേ ഞാൻ ഈ എറണാകുളത്ത്, ഞാൻ ജനിച്ചത് എറണാകുളത്ത് തന്നെയാണ്. എടപ്പള്ളി ചേരാനല്ലൂരാണ് ജനിച്ചത്. സി എന്നുള്ളത് ചേരാനല്ലൂരാണ്, എടപ്പള്ളി. അപ്പൊ ശരിക്കും ഇവിടമായിട്ടൊരു ആത്മബന്ധം കിടക്കുന്ന ഒരാളാണ്. ജനിച്ചത് എറണാകുളത്താണ്. എൻ്റെ ഇനീഷ്യലടക്കം ഇവിടുത്തെ പേര് വെച്ചിട്ടാണ്. പക്ഷെ അച്ഛൻ തൃശ്ശൂരാണ്, പിന്നെ പഠിച്ചത് തൃശ്ശൂരാണ്, പഠിപ്പിച്ചതും തൃശ്ശൂരാണ്, വൈഫ് പഠിച്ചതും ഒക്കെ തൃശ്ശൂരാണ്. അങ്ങനെയാണ് തൃശ്ശൂർക്കാരനായിട്ട് അങ്ങനെ ഇപ്പോൾ വീടൊക്കെ വെച്ച് അവിടെ താമസിക്കും. ഇനിയിപ്പോൾ തൃശ്ശൂരിൻ്റെയും എറണാകുളത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ചാലക്കുടിയുടെ അമരക്കാരനാകുമ്പോൾ സ്വാഭാവികമായി താമസിക്കുന്ന ആ നിലയ്ക്ക് രണ്ടിടത്തേക്കും രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ഉണ്ടാവുകയാണ്. ആ പഴയ എറണാകുളം ബന്ധം ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും പറ്റില്ല. അതുണ്ട്, ഓൾറെഡി ഉണ്ട്. അമ്മയുടെ അനുജത്തിയൊക്കെ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്, തറവാടൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിൽ ബന്ധം നിലനിൽക്കുന്നു. ഇപ്പോൾ 2 ജില്ലയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് കരുതാം. ശരിക്കും എന്തായാലും മാഷ് പ്രചരണം തുടങ്ങാനുള്ള ഒരു തിരക്കിലാണ് എന്നറിയാം. നമുക്ക് കൂടുതൽ രാഷ്ട്രീയം ഈ പ്രചരണത്തിന്റെ ആ ആവേശ കാഴ്ചകൾക്കിടയിൽ കൂടുതലായി സംസാരിക്കാമെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും മാഷ് പ്രചരണത്തിന് ഇറങ്ങുകയാണല്ലോ. ഓക്കെ, ഞങ്ങളും കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും. അല്ല, മാഷ് കദളിയുടെ ആളായതുകൊണ്ട് പ്രചരണത്തില് കദളി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, പക്ഷേ കദളി ഒരുപാട് പേര് കദളിയും മാഷുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. കദളി 12 കൊല്ലം കദളിപ്പഴം ഉൽപ്പാദിപ്പിച്ച് ഗുരുവായൂർ എത്തിച്ചതാണല്ലോ. ശരിക്കും മാഷ് നേരത്തെ പറഞ്ഞത്, മാഷൊരു ഈ പാർലമെന്ററി ജീവിതമൊക്കെ നിർത്തി ഒന്ന് പഴയതുപോലെ വീട്ടുകാരോടൊക്കെ ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ വലിയ ഒരു ചുമതല പാർട്ടി ഏൽപ്പിച്ചത്. അതെങ്ങനെയാണ് മാഡം കാണുന്നത്? അത് തന്നെയാണ് മാഷും പറഞ്ഞത്. പാർട്ടി എന്ത് പറയുന്നു, വ്യക്തിപരമായി ചിലപ്പോ അങ്ങനെ മാഷിനെ ഞങ്ങളെ കൂടെ കിട്ടണമെന്നുള്ള ആഗ്രഹമൊക്കെ കാണും. പക്ഷെ പാർട്ടി പറഞ്ഞാൽ പിന്നെ മറ്റൊരു വാക്കില്ല. ഈ ഏറ്റെടുത്ത ജോലി വളരെ ആത്മാർത്ഥത്തോടു കൂടി ചെയ്തു തീർക്കണമെന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അല്ല, അത് ശരിയാണ്. മാഷ് ഏറ്റെടുത്ത ജോലികളെല്ലാം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഓരോ തവണ മത്സരിച്ചപ്പോഴും ആ വോട്ടിന്റെ എണ്ണം ഉയർന്നു, ഭൂരിപക്ഷം ഉയർന്നു. അതൊരു വലിയ അംഗീകാരമാണല്ലോ, ജനങ്ങൾ നൽകുന്ന ഒരു വലിയ അംഗീകാരമാണല്ലോ. ആ അംഗീകാരത്തിനോടൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്, ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്. അതെ, ഒരു വലിയ കുടുംബം എന്നുള്ള രീതിയിൽ കാണുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും അപ്പോൾ മാഷിന് കൊടുക്കുന്ന ആ പിന്തുണ അത് മാഷ് നേരത്തെ പറഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു. മാഷിന്ന് ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇന്ന് അവിടെയാണ് പ്രചരണം. ചാലക്കുടിയിലാണ് വാഹന പര്യടനം. മാഷ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് നവചാലക്കുടി. വികസന രംഗത്ത് നവചാലക്കുടി. ഈ നവചാലക്കുടി കൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത് ചാലക്കുടിയിൽ അത്രയ്ക്ക് വലിയ മാറ്റം ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ഒരു ഡയറക്ഷനിൽ, ഒരു പ്രത്യേക ദിശയിൽ, ഒരു ലെഫ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള ഡെവലപ്മെൻറ്റ് ദിശയിലേക്ക് അത് കൊണ്ടുവരണം. അതാണ് അതിൻ്റെ ഈ നവചാലക്കുടിയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ട്, ലെഫ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ലെഫ്റ്റ് പെർസ്പെക്റ്റീവിൽ ഇതിനെ വളർത്തും. അപ്പോഴാണ് അത് മോഡലായിട്ട് മാറുക. ഇപ്പോൾ നവകേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചിരുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെ ആണ് നവചാലക്കുടി എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ കെട്ടിക്കാഴ്ചകളാണ് വികസനം, GDP വളർച്ചയാണ് വികസനം എന്ന ഒരു തെറ്റായ ധാരണ ലോകത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വികസനം ഉണ്ടായി എന്ന് തോന്നും, കാരണം കെട്ടിടങ്ങളും സമ്പത്തും ഉണ്ടാകും. പക്ഷേ പരിസ്ഥിതി നശിക്കും, ദാരിദ്ര്യം കൂടും. അതാണിപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത്. സ്റ്റിഗ്ലിറ്റ്സിൻ്റെ പുസ്തകം തന്നെ ഉണ്ട്, ദ ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ. ആ ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡിവിഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വിട്ട് എല്ലാവരുടെയും ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ച് കയറി വരുന്ന ഒരു സങ്കല്പമാണ് നവചാലക്കുടി. ശരിക്കും പുതുക്കാട് മാഷ് പരീക്ഷിച്ച് വിജയിച്ച ഒരു മാതൃകയാണ് ഇങ്ങോട്ടേക്ക് ചാലക്കുടിക്ക് മൊത്തത്തിന് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചില പ്രചരണ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ അതിനെക്കുറിച്ച് മാഷിനോട് പറയുന്നുണ്ട് തോന്നുന്നു. ഞങ്ങൾക്കും അതുപോലെ ഈ നിവേദ്യ കദളിയൊക്കെ ആ ഒരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഇവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ മാഷിന്റെ ചില പ്രചരണ വീഡിയോകളൊക്കെ കാണുമ്പോൾ അവിടെ വരുന്ന സ്വീകരണത്തിന് വരുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു മാതൃക. കദളി കൊല തന്നെയാണ് തരുന്നത്. അതൊരു ക്ലാസിക് പ്രോജക്റ്റാണത്. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു 6000 പഴത്തിൻ്റെ ഡിമാൻഡ് ഉണ്ട് എവറി ഡേ, എല്ലാ ദിവസവും. അപ്പോൾ അതൊരു ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. അതാണ് അതിൻ്റെ സയൻസ്.
നമ്മുടെ നാട്ടിൽ തന്നെ മാർക്കറ്റ് ഉണ്ട് ആ ഉൽപ്പന്നത്തിന്. ആ മാർക്കറ്റ് ടാപ്പ് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ എല്ലാ ദിക്കിലും ഈ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് അൺസാച്ചുറേറ്റഡ് ആണ്, അപൂരിതമാണ്. അത് ടാപ്പ് ചെയ്താൽ മതി വാസ്തവത്തിൽ കേരളത്തിലെ കാർഷിക ഉൽപ്പാദനം സസ്റ്റൈനബിൾ ആവാൻ, നിലനിൽക്കാൻ. ഇത് നമ്മളെപ്പോഴും കയറ്റുമതി ചെയ്യണമെന്ന് മാത്രം ചെയ്യേണ്ടെന്നല്ല, അത് മാത്രം ഓറിയൻറ്റേഷനായിട്ടുള്ള കൃഷിയൊക്കെ പിന്നീട് തകർന്നു പോകും. കാരണം അവിടുത്തെ വിദേശത്തെ മാർക്കറ്റ് വേറെ തരത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷി തകരും. അപ്പോൾ സസ്റ്റൈനബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ക്ലാസിക് എക്സാമ്പിളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഔഷധി, ഇവിടെ പാവൽ, ഞങ്ങൾ തൃശ്ശൂർ കൈപ്പയ്ക്ക എന്ന് പറയും. അവിടെ ഓരോ ദിവസവും ടൺ കണക്കിന് പാവൽ ആവശ്യമുണ്ട്. അതൊന്നും ഇവിടെ കിട്ടുന്നില്ല, ഇവിടെ നിന്നൊക്കെയോ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ അത് ഒരു ഫോർവേഡ് ലിങ്കേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് ഒരു എക്കണോമിക്സ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. കാർഷിക രംഗത്ത് സസ്റ്റൈനബിൾ ആകാവുന്ന നല്ലൊരു പ്രോജക്റ്റാണ്. യെസ്, നമ്മുടെ ഡൊമസ്റ്റിക് ഡിമാൻഡിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ കൊണ്ടുവരിക. എന്നിട്ട് ആ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉള്ളെടുത്ത് അഗ്രിമെൻറ്റ് വയ്ക്കുക. അതായത് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വേറെ ആർക്കും പഴം കൊടുക്കാൻ പറ്റില്ല, നമുക്ക് അതായത് പുതുക്കാട് നിന്ന് പഴം കൊടുക്കുക എന്നുള്ളത് അഗ്രിമെൻറ്റ് വയ്ക്കണം. അതിനെയാണ് നമ്മൾ ഫോർവേഡ് ലിങ്കേജ് എന്ന് പറയുന്നത്, മുൻബന്ധം. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ പഴം കൊണ്ടുവന്നാൽ അവരെടുക്കൊന്നുമില്ല. അത് നേരത്തെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവണം. ആ അഗ്രിമെൻ്റ് വയ്ക്കുമ്പോഴാണ് ഫോർവേഡ് ലിങ്കേജ് ഉണ്ടാകുന്നത്. ഇത് ഏത് പ്രോഡക്റ്റിനും ഒരു മഞ്ഞൾപ്പൊടി കുറവാണ്, മഞ്ഞപ്പൊടിയാണ് അധികം കാണാൻ. യഥാർത്ഥ മഞ്ഞൾ പൊടിക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഡിമാൻഡ് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അത് ടാപ്പ് ചെയ്യുന്നില്ല. അങ്ങനെയെല്ലാം ഞാൻ കൈപ്പക്കയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ അപ്പോൾ കാർഷിക രംഗത്ത് ഒരു വലിയ സാധ്യതയാണ് ഈ ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ്. ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് പറയുമ്പോൾ അതിനാവശ്യമുള്ള സീഡ്ലിങ്സ് ഇതൊക്കെ എത്തിക്കുക, അത് ബാക്ക്വേർഡ് ലിങ്കേജ്. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അതാണ് പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ ചാലക്കുടിക്കാർ ഈ ബാക്കിയുള്ള ബാഹ്യ പ്രചരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഈ നമുക്ക് ആ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ചാലക്കുടിക്ക് സ്വന്തമായി വേണ്ടത് എന്ത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ ഈ നവചാലക്കുടി എന്ന് പറയുന്ന പ്രചരണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ടൂറിസം ഏറ്റവും സാധ്യതയുള്ള ഒന്നാണ് ടൂറിസം. കാലടിയുണ്ട്, പിന്നെ അതിരപ്പള്ളിയുണ്ട്, മലയാറ്റൂരുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ജനങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് വെറുതെ ഒരു ബസ് ഓടിച്ച് സർക്യൂട്ട് എന്നല്ല അതിൻ്റെ അർത്ഥം, അങ്ങനെയാണ് പതിവ്. അതല്ല, അത് വിട്ടിട്ട് ഇതിൻ്റെ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ, തിയറിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ, ഹിസ്റ്റോറിക്കൽ ഇൻ്റഗ്രേഷൻ, ഇതൊക്കെ പറ്റും. ഇപ്പോൾ മലയാറ്റൂർ അവിടെ ഉണ്ടെങ്കിലും കൊടുങ്ങല്ലൂർ അവിടെ ഉണ്ടെങ്കിലും അതിനൊരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ സാധ്യതയുണ്ട്. അതാണ് ഈ സെക്യുലറായിട്ടുള്ള ഒരു പിന്നെ ടൂറിസം, സെക്യുലർ ആയിട്ടുള്ള ഒരു ടൂറിസം കോൺസെപ്റ്റിൽ ഇതെല്ലാം പരസ്പരം ഇൻ്റഗ്രേറ്റഡ് ആണ്. കാരണം കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഇൻ്റഗ്രേറ്റഡ് ടൂറിസത്തിന് വലിയ സാധ്യതയാണ്. ഇതുവരെ കാണുന്ന ഒരു വിഷ്വൽ ടൂറിസം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നടന്നോട്ടെ, അത് അതിൻ്റെ ഭാഗമായിട്ട്. അതിനപ്പുറത്തേക്ക് ടൂറിസം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു എത്തിക്സ് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ മണ്ഡലമാണ്. അപ്പോൾ ചാലക്കുടിക്കാർക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്നൊരു ഉറപ്പാണ് മാഷിന് ചാലക്കുടിക്ക് വേണ്ടി ആ മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെച്ച് നവ ചാലക്കുടി എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് മാഷ് വിഭാവനം ചെയ്യുന്നത്. എന്തായാലും പ്രചരണത്തിൻ്റെ തിരക്കിൽ ഇനി ഈ നാട്ടുകാരുടെ ആവേശ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഒരു വിരൽ പുരட்சியே இருக்குதா ഉണർച്ചിയേ മതേതരത്വത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രമേയം. അതിന് ലോക്സഭയിൽ മതേതരത്വത്തിന്റെ ശബ്ദം ഉയരണം. അതിന് കഴിയുക തെരഞ്ഞെടുപ്പിന് മാത്രമാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ വികസന രാഷ്ട്രീയത്തോടൊപ്പം യഥാർത്ഥത്തിൽ ഈ രാജ്യം ആവശ്യപ്പെടുന്ന ഒരു മാറ്റത്തിൻ്റെ രാഷ്ട്രീയം കൂടിയുണ്ട്. ആ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ചാലക്കുടി അക്സെപ്റ്റ് ചെയ്യുന്നത്? മതേതര സംസ്കാരം ചാലക്കുടി മാത്രമല്ല, ചാലക്കുടി ഇത് നിയോജകമണ്ഡലമാണ്. ചാലക്കുടി പാർലമെൻറ്റിൽ മണ്ഡലം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളൊരു കാര്യം ഒരു പ്രസംഗത്തിൽ ഒരു സെൻറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവരുടെ അതിനോടുള്ള പ്രതികരണ ഭാവം തുടർന്ന് നമ്മൾ പോകുമ്പോൾ ഉണ്ടാവുന്ന ജനങ്ങളെ കേട്ടുള്ളവരുടെ ഭാവം, അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് മതേതരത്വം നഷ്ടപ്പെടുന്നതിൽ ഇന്ത്യൻ ജനത വേദനിക്കുന്നു എന്നാണ്. ഓരോരുത്തരും വേദനിക്കുന്നു.
അപ്പം അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് അവർക്ക് ആഗ്രഹം. അത് തന്നെയാണ് സ്ഥിരമായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നുള്ള ഒരു പ്രചരണം ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അതിനെ ശരിക്കും കേരളം ഏത് തരത്തിലാണ് സ്വീകരിക്കുന്നതെന്ന് മാഷിൻ്റെ ഒരു ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളിലൂടെ ബോധ്യപ്പെടുന്നു. കേരളം സ്വീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഈ മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പൊതു കേരളത്തിൻ്റെ റിഫ്ലക്സ് ആയിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം ശക്തമാണ് എന്നും കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തി വർദ്ധിക്കണമെന്നും കേരളത്തിൽ വർഗീയതയെ തടയാൻ, അതും ഇതിൻ്റെ ഇടയിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പാർലമെൻറ്റിൽ എത്ര പേര് ജയിക്കും എന്നതോടൊപ്പം തന്നെ അതിലൂടെ ഉണ്ടാകുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേട്ടം കേരളത്തിൽ വർഗീയതയെ തടയുവാനുള്ള രാഷ്ട്രീയ പരിസരം ഉണ്ടാക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇടതുപക്ഷത്തോട് അനുകൂലം നിൽക്കുവാനുള്ള വലിയൊരു ഘടകമാണ്. വർഗീയത നാളെ വളർന്നു വന്ന് ഫാസിസമായിട്ട് മാറുമ്പോൾ കേരളത്തിൽ അത് തടയാൻ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തമാകണം. അതിനുള്ള കോൺട്രിബ്യൂഷൻ കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും മാഷുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു കാര്യം, മാഷ് ഈ നാട്ടിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനയാണ്. അത് രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മുഖവിലയില്ലാതെ ഈ നാടിന് അറിയുന്നതിന്, ഈ കേരളത്തിന് അറിയുന്നതിന് കാരണമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഈ നവചാലക്കുടിയിൽ കൂടിയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിലും ഒരു MP ആയാലും എനിക്ക് മാറ്റം ആ വിദ്യാഭ്യാസ മേഖലയിലും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു മേഖലയിൽ അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ? ഇപ്പോൾ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമാണ്. 16 മുതൽ 21 വരെ ഉണ്ടായിരുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് മാറി. അത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ബേസ് മാത്രമാണ്, അത് വിദ്യാഭ്യാസമായിട്ടില്ല. അപ്പോൾ ആ ബേസ് ഉപയോഗിച്ചുകൊണ്ട്, അതാണ് നവചാലക്കുടിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ബേസ് ഉപയോഗിച്ചുകൊണ്ട്, ആ ഹൈടെക് ബേസ് ഉപയോഗിച്ചുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം, പെഡഗോജി അടക്കം മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റേ സ്കൂളിനുള്ള മാസ്റ്റർ പ്ലാൻ അത് വിട്ട് ഇൻഡിവിജ്വൽ മാസ്റ്റർ പ്ലാനിലേക്ക് വരെ പോകണം. കാരണം ഒരു കുട്ടിക്ക് ഇപ്പോൾ കെമിസ്ട്രി അറിയാം, ഫിസിക്സ് അറിയാം, അങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിഷയങ്ങൾ അറിയാം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആ ഒരു കുട്ടിയുടെ സർഗ്ഗശേഷി വികാസം നടക്കുന്നില്ല. അപ്പോൾ ഒരു കുട്ടിക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായി, ആ കുട്ടി ചിലപ്പോൾ നല്ല സയൻറ്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ നല്ല ഡോക്ടറാവാം, നല്ല കർഷകനാകാം, നല്ല പെയിൻറ്റർ ആവാം, നല്ല ഗായകനാകാം. എന്തൊക്കെയാണോ ആ കുട്ടിയിലുള്ളത് അതെല്ലാം വളർത്തപ്പെടണം. അപ്പോഴേ ഒരു ടോട്ടൽ മനുഷ്യൻ വളർന്നു വരുന്നുണ്ട്. മറ്റത് ആ മനുഷ്യനിലുള്ള ഒരു കഴിവ് വളർന്നു വരും. ആ കഴിവുകൊണ്ട് ജീവിക്കാനൊക്കെ പറ്റും. പക്ഷേ വിദ്യാഭ്യാസം നല്ല സമഗ്രമാണ് എന്നുള്ളതുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ, ഇൻഡിവിജ്വൽ മാസ്റ്റർ പ്ലാൻ, ഓരോ കുട്ടിക്കും ഓരോ മാസ്റ്റർ പ്ലാൻ, ആ കുട്ടി ആരാവണം എന്നുള്ളത്, അതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ നെക്സ്റ്റ് രണ്ടാമത്തെ. ആ ഒരു ലെവലിലേക്ക് എല്ലാ സ്കൂളിലും ഇടപെടാൻ പറ്റും, വളരെ ഈസിയായിട്ട് ഇടപെടാൻ പറ്റും. ലോകം ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ദുരന്തങ്ങളിലേക്ക് നീങ്ങുകയാണ്. ദുരന്തത്തിൻ്റെ നൂറ്റാണ്ടിനെ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ച് ഏറ്റവും ശാസ്ത്രീയമായും അത് സംബന്ധിച്ചുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടെയാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു. ഈ കാര്യത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പാരിസ്ഥിതിക സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ജൈവ വൈവിധ്യത്തെ പരീക്ഷിക്കുന്ന കാര്യത്തിൽ നിർദ്ദേശം വെക്കാനും അത് നടപ്പിലാക്കാനും അത് സംബന്ധിച്ച് ജനകീയ അവബോധം വളർത്താനും ഏറ്റവും പ്രാപ്തനും യോഗ്യനും അർഹനുമായ സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥ് ആണ് എന്ന് ഞാൻ കരുതുന്നു. മാഷ്, ഈ നവചാലക്കുടിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എയ്റോ സിറ്റി എന്നുള്ളതാണ്. എയ്റോ സിറ്റി നമുക്ക് പ്രാബല്യത്തിൽ വരുത്തുക അത്ര എളുപ്പമുള്ള കാര്യമെങ്കിലും വലിയ ദിശാബോധമുള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്താണ് മാഷ് അത് ചാലക്കുടിയോട് പറയുന്നത്? വളരെ നല്ല ഒരു നിർദ്ദേശമാണ്, വളരെയധികം ആലോചിച്ച് വെച്ചിരിക്കുന്നത്. എയർപോർട്ട് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇപ്പോൾ എയർപോർട്ട് സ്വാഭാവികമായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ യാത്ര, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ അങ്ങനെയാണ് അതിൻ്റെ ചുറ്റും വളർന്നു വരുന്നത്. വാസ്തവത്തിൽ അത് പലതരത്തിലും വികസിപ്പിക്കാവുന്ന സാധ്യതയുള്ളതാണ്. അപ്പോൾ ആ എയർപോർട്ടിനോട് ചേർന്നുള്ള ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥകൾ
ഈ എയർപോർട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ടൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പോലെയുള്ള വലിയ കെട്ടിടങ്ങളുടെ അതല്ല പറയുന്നത്. ടൗൺ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങളെല്ലാം വളർത്തിക്കൊണ്ടൊരു തൊഴിൽ നല്ല ഉണ്ടാകും. തൊഴിലുണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചെറിയ ഒരു വസ്തു നമ്മൾ മറ്റ് ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ ഒക്കെ അയക്കണമെങ്കിൽ വളരെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറഞ്ഞ് ഇതിൻ്റെ അടുത്ത് ഈ എയർപോർട്ടിൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൃഷിയാണ്, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വിദേശത്തേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ എയർപോർട്ടിലേക്ക് എത്താൻ, അതായത് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് എടുത്ത് അതിൻ്റെ ചുറ്റും വികസിപ്പിച്ച് കഴിഞ്ഞാൽ തൊഴിൽ നല്ലപോലെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ തൊഴിൽ ഡെവലപ്പ് ചെയ്യലാണ് എപ്പോഴും വരുമാനം കൂടി സമ്പദ് വ്യവസ്ഥ, പിന്നെ സാമ്പത്തിക സ്ഥിതി വലുതാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഈ ഇടപെടലിൻ്റെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ഈ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റും ഒരു സാമ്പത്തിക മേഖല, ഒരു ഇക്കണോമിക് സോൺ എന്നൊക്കെ പറയുന്ന പോലെ അതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലൊരു സങ്കല്പമാണ്, അത് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അല്ല, ഈ മാഷ് ഈ സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് പ്രാവർത്തികമാകാത്ത സങ്കല്പമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. കാരണം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മാറ്റിയെടുക്കാൻ അത് ശരിക്കും മാഷ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നടക്കുമോ എന്ന് ചോദിച്ചിരുന്നവരാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഹൈടെക് ആവുക എന്നൊക്കെ പറയുന്നത്. ആ പുതുക്കാട് മണ്ഡലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് മണ്ഡലം. എൻ്റെ മണ്ഡലം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് മണ്ഡലമാണ്. അപ്പോൾ അതും പറഞ്ഞപ്പോൾ അത് ഒരു സാധാരണ ഒരു മണ്ഡലത്തിൻ്റെ അത്രയല്ലേ ഉള്ളൂ, ഒരു 100ഓളം സ്കൂൾ വരും, അത് മൊത്തം കേരളത്തിൽ 12,000 ഇത് പറ്റുമോ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതൊരു വെൽ പ്ലാൻഡ് ആയിരുന്നു അപ്രോച്ച്. അതാണ് പ്ലാനിങ് ആണ് പ്രധാനം. വെൽ പ്ലാൻഡ് ആയിട്ടാണ് ആ പ്രോജക്റ്റ് നടത്താറ്. അതുകൊണ്ട് വിതിൻ 4 years അത് പൂർണ്ണമാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അതുപോലെ ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ മതി. കൃത്യമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, എയറോസിറ്റിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഡെവലപ്പ്. കാരണം ഒരെണ്ണം കൃഷിയാണ്, വേറൊരു വ്യവസായമാണെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ചെയ്തു വരാവും. ശരിക്കും മാഷ് ഈ പ്ലാനിങ്ങിനെ കുറിച്ചും ഈ നവ സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ മാഷിൻ്റെ പോക്കറ്റിൽ ഇപ്പോഴും ആ പഴയ ഫോണാണ്. മാഷിപ്പോഴും സൈക്കിളിൽ സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം അങ്ങനെ സഞ്ചരിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അത് ആധുനികത ഇല്ലാതെ അല്ല, ആധുനികത എതിരെ അല്ല. നമ്മൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിളായിട്ട് ഒരു ഡോക്ടർ MRI സ്കാൻ ഉണ്ട്. MRI സ്കാൻ കൊണ്ട് ഡോക്ടർ നടക്കില്ലല്ലോ. ഡോക്ടർക്ക് സ്റ്റെതസ്കോപ്പ് വേണം, അത് BP നോക്കാനുള്ള ഇൻസ്ട്രുമെന്റ്. അത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ CT സ്കാൻ എടുത്തും MRI സ്കാൻ എടുത്തും. എപ്പോഴും നമുക്ക് പ്രാഥമികമായിട്ട് വേണ്ടത് പ്രാഥമിക ഇൻഫർമേഷൻസ്. അതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടറുകളും മറ്റേ ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രം ഈ പോക്കറ്റിൽ ഇങ്ങനെ ഇട്ടേക്കാം, ഇതിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ട്, അറിയില്ല. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടു. ഇന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ 5 വർഷക്കാലം മിനിസ്റ്റർ ആയിരുന്നപ്പോഴും ആ കമ്മ്യൂണിക്കേഷനെ തുടർന്ന് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് മറ്റ് ഡിവൈസുകളൊക്കെ ഉപയോഗിച്ച്. അല്ല, ശരിക്കും ഇപ്പോൾ കേരളത്തിലെ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും നന്നായി ആകർഷകമായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ള ഒരാൾ കൂടിയാണ് മാഷ്. അത് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒന്നുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാഷ് ഈ ആധുനികതയെ ഒന്നും പിന്തുടരുന്നില്ല എന്ന് കരുതണ്ട. മാഷിന്റെ ഈ നവചാലക്കുടി എന്ന സങ്കല്പം തന്നെ പൂർണ്ണമായി. നവചാലക്കുടി തന്നെ ആധുനിക ചാലക്കുടിയാണ്. അത് തന്നെ പറഞ്ഞിട്ടുള്ള എല്ലാ ആധുനിക സങ്കേതങ്ങളും എല്ലാവരെയും പഠിപ്പിക്കുന്നതാണ്. ആധുനികതയാണ്. ആധുനികത എന്ന് പറഞ്ഞാൽ എല്ലാ ആധുനിക സംവേദനയും എപ്പോഴും നമ്മൾ കൂടെ കൊണ്ടു നടക്കുക എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഡോക്ടറെ പറഞ്ഞത് വളരെ എളുപ്പം തന്നെ. ഒരിക്കലും വലിയ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഒരു ഡോക്ടർ കൊണ്ടു നടക്കില്ല. സിമ്പിൾ സമയത്ത് വേണ്ടത് ഉപയോഗിക്കുക, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഉപയോഗിക്കുക. കൃത്യമായിട്ട് പ്ലാനിങ് അതെല്ലാം അതിൻ്റെ ചുറ്റും ഉണ്ടാകും. ഡോക്ടറുടെ ചുറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. ആവശ്യമുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും എല്ലാ സംവിധാനവും ഉണ്ട്. എന്തായാലും ചാലക്കുടിക്ക് വേണ്ടിയും മാഷിൻ്റെ മനസ്സിലുള്ളത് ആധുനികമായ, ശരിക്കും ഈ നാടിനെ ഒരു വലിയ തലത്തിലേക്ക് ഉയർത്താൻ പറ്റുന്ന നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് മാഷ് എങ്ങനെയാണോ സംഭാവന നൽകിയത് അതുപോലെ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ ഉതകുന്ന ആശയങ്ങളാണ്. ആ ആശയങ്ങളൊക്കെ ചാലക്കുടിക്കാർക്ക് അനുഭവവേദ്യമാകാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നന്ദി മാഷെ ഞങ്ങളോടൊപ്പം സഹകരിച്ചത്. 2000-2001 വർഷത്തിലാണ് ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നത്. അന്ന് ഞങ്ങൾ ക്ലാസ്സിൽ 13 കുട്ടികളാണുള്ളത്. ഞങ്ങൾ മാത്രമല്ല, അവിടുത്തെ മിക്കവാറും കുട്ടികൾ രാവിലെ 9 മണി 9:15 ആകുമ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ കലാലയത്തിന് മുൻവശത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. ആ നോക്കി നിൽക്കുന്നത് ഒരു മനുഷ്യനെയാണ്.
ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ തൻ്റെ സഹാധ്യാപകർ 10-15 ലക്ഷം രൂപ വിലയുള്ള കാറിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകരായി വരുമ്പോൾ 12 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്ന് 2500 രൂപ പോലും വിലയില്ലാത്ത ഒരു സൈക്കിളിൽ ഒറ്റമുണ്ടെടുത്ത് കടന്നു വരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പേര് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്നായിരുന്നു. അദ്ദേഹം ജയിക്കുക തന്നെ ചെയ്യും. അത് ചാലക്കുടിയുടെ മാത്രമല്ല, ഈ കേരളത്തിലെ 20 മണ്ഡലത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആദ്യം ജയിച്ചു എന്ന് കേൾക്കണമെന്ന് സ്വപ്നം കാണുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് രവീന്ദ്ര മാഷുടേത്. അത് ചാലക്കുടിക്ക് ഏറെ ഭാഗ്യം കിട്ടും. ഒരു വിരൽ പുരക്ഷിയേ ഇവിടെ ജയിക്കുന്ന രവീന്ദ്ര മാഷ് ജയിക്കുന്നതാണ് ആഗ്രഹം. ഉണർച്ചിയേ രവീന്ദ്ര മാഷ് നമ്മുടെ മുത്തല്ലേ, നമ്മൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കുറെ മാറ്റങ്ങൾ തന്നതാണ്. ആള് നല്ല സ്ഥാനാർത്ഥിയാണ്. രവീന്ദ്ര മാഷ് ജയിക്കും ഉറപ്പായിട്ടും. നല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് നല്ല കേരളത്തിന് നല്ലൊരു നേട്ടം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഉണർച്ചിയേ